ഇവിടെ ഈ സർട്ടിഫിക്കറ്റുകൾ സ്വീകരിച്ച് വിദ്യാഭ്യാസം പൂർത്തിയായി മാധ്യമരംഗത്തേക്ക് വലതുകാല് വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധവിശ്വാസമാണെങ്കിൽ ഏതെങ്കിലും ഒരു കാല് വെച്ചോ, പറയുമ്പോൾ സൂക്ഷിക്കണമല്ലോ. ഇഷ്ടമുള്ള കാല് വെച്ചിറങ്ങിക്കോ. ഇറങ്ങാനിരിക്കുന്ന വിദ്യാർത്ഥികളെ എല്ലാവർക്കും എൻ്റെ ഏറ്റവും ഹാർദമായിട്ടുള്ള ആശംസകൾ ഞാൻ ആദ്യമേ നേരുകയാണ്. നിങ്ങൾക്ക് ആശംസകൾ ആവശ്യമുള്ള സമയമാണിപ്പോൾ. കാരണം നിങ്ങളിവിടെ പഠിപ്പിച്ച വളരെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ, ഞാൻ ആദ്യം തന്നെ ഈ തിരുവനന്തപുരം പ്രസ് ക്ലബിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഈ കോഴ്സ് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ട് കേരളത്തിൽ നടത്തപ്പെടുന്ന ഈ കോഴ്സ് വളരെ ഭംഗിയായി കൊണ്ടുപോകുന്നതിന് തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ ഭാരവാഹികൾ, മാറി വരുന്ന ഭാരവാഹികൾ കൃത്യതയോടുകൂടി അത് പരിപാലിച്ചിരുന്നു എന്നുള്ളതാണ് ഈ കോഴ്സിൻ്റെ സവിശേഷത. മാധ്യമരംഗം ഉറ്റുനോക്കുന്ന ഒരു കോഴ്സായി ഇത് മാറി. അതിനകത്ത് തീർച്ചയായിട്ടും പ്രസ് ക്ലബ്ബിലെ ഇപ്പോഴത്തെ ഭാരവാഹികൾക്കും ഇതിനു മുമ്പുള്ള ഭാരവാഹികൾക്കും അഭിനന്ദിക്കാം. അവരെ കൂടി ഓർക്കാതെ പോകുന്നത് ശരിയായിരിക്കുകയില്ല. നിങ്ങൾക്ക് എല്ലാ ആശംസകളും വേണ്ട കാലമാണ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ചെറിയ വ്യാഖ്യാനം പറഞ്ഞ് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കാം. കാരണം നിങ്ങളെ പഠിപ്പിച്ച പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ, അവർ മാധ്യമരംഗത്ത് എത്രയെങ്കിലും പതിറ്റാണ്ടുകൾ പിന്നിട്ട അധ്യാപകർ. ഇപ്പോൾ ഇന്ദ്രബാബു സമയമില്ലാത്തതുകൊണ്ടാണ് കുറച്ച്, ഇല്ലെങ്കിൽ ഒരുപാട് പറയും, നല്ല ഭംഗിയായിട്ട് പറയും, നമുക്കറിയാം. ഞങ്ങളോട് ഒരു കരുണ കൊണ്ടാണ് ഞാൻ പറയാൻ വരുന്നത്. നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകർ, അവർ എത്ര പ്രഗത്ഭരായാലും ശരി, അവരുടെ ഭൂതകാലമേ അവർക്കറിയൂ. അവരുടെ ഭാവി കാലം സങ്കല്പത്തിൽ മാത്രം. അവരുടെ വർത്തമാനകാലത്തെപ്പറ്റിയും അറിയാം. പക്ഷെ നിങ്ങളുടെ വർത്തമാനമാകാൻ പോകുന്ന അവരുടെ ഭാവി കാലം, അത് നമുക്ക് സങ്കല്പിക്കാൻ മാത്രമേ സാധിക്കൂ. ക്ലാസ് മുറിയിൽ പറഞ്ഞു തന്നതും പഠിപ്പിച്ചതുമൊക്കെ തന്നെ മാധ്യമപ്രവർത്തനത്തിൻ്റെ ബാലപാഠങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന തത്വങ്ങൾ. ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ എങ്ങനെയാണോ ഒരു കാറ് ഓടിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നത്, അതുപോലെ ഡ്രൈവിങ്ങിൻ്റെ എല്ലാ പ്രിൻസിപ്പിൾസും നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ മുമ്പിൽ കാത്തിരിക്കുന്ന ട്രാഫിക് ജാം എന്താണ്, അവിടെ ട്രക്ക് എങ്ങനെയാണ് വരാൻ പോകുന്നത്, റോഡ് എങ്ങനെയാണ്, അതൊന്നും ആർക്കും പറയാൻ സാധിക്കുകയില്ല. നിങ്ങളിങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ചിലപ്പോൾ റോഡേ ഉണ്ടാവില്ല, ചിലപ്പോൾ എലവേറ്റഡ് ഹൈവേ ആയിരിക്കും, ചിലപ്പോൾ വേറെ പുതിയ വേലകളൊക്കെ ആയിരിക്കും. എന്ത് വഴിയിൽ എന്ത് സംഭവിച്ചാലും നമ്മുടെ വാഹനത്തെ നെഗോഷിയേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള സ്കില്ലാണ് ഒരു നല്ല ഡ്രൈവർക്ക് വേണ്ടത്. അത്രമാത്രമേ പഠിപ്പിക്കാനും പറ്റൂ, അത്രമാത്രമേ പഠിപ്പിക്കാൻ സാധിക്കൂ. കാരണം നമ്മുടെ മുമ്പിൽ ഉണ്ടാകാൻ പോകുന്ന സംഭവ വികാസങ്ങൾ, സമൂഹത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, അത് നമുക്ക് പ്രവചിക്കാൻ സാധ്യമല്ല. ഇപ്പോൾ ഫ്യൂച്ചറോളജി എന്നൊക്കെ പറഞ്ഞ് ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. കേരള യൂണിവേഴ്സിറ്റി ഒരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതിനെപ്പറ്റി എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ ഒരു കൊട്ടേഷൻ, ദർ ഈസ് ഓൺലി വൺ തിങ് അബൌട്ട് ഫ്യൂച്ചറോളജി, അതാണ് ഓൺലി വൺ തിങ് ക്യാൻ ബി പ്രഡിക്റ്റഡ് അബൌട്ട് ദ ഫ്യൂച്ചർ, ദാറ്റ് ഈസ് നത്തിങ് ക്യാൻ ബി പ്രഡിക്റ്റഡ്. ഒന്നും പ്രവചിക്കാൻ സാധിക്കുകയില്ല എന്നൊരു പ്രവചനമല്ലാതെ വേറെ ഒരു പ്രവചനവും നമുക്ക് നടത്താൻ സാധ്യമല്ല. പ്രവചനങ്ങളുണ്ടെങ്കിൽ അത് തെറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രവചനം. വിച്ച് മീൻസ് നമ്മുടെ മുമ്പിൽ ഉണ്ടാകാൻ പോകുന്ന സമൂഹം അല്ലെങ്കിൽ രാഷ്ട്രീയം, സമൂഹത്തിൻ്റെ കാര്യങ്ങൾ ഒന്നും തന്നെ നമ്മൾ പറയുന്നത് പോലെയോ, ഇപ്പോഴത്തെ എന്തെങ്കിലും ഇൻ്റലിജൻസ് മോഡൽ കൊണ്ട് നമ്മളിപ്പോൾ എഐയോട് ചോദിച്ചാൽ വേണമെങ്കിൽ പറഞ്ഞു തരും. പിന്നെ ചോദിക്കാൻ പഠിക്കണം എന്നാണല്ലോ ഇപ്പോൾ. നമ്മൾ ചോദിക്കണം, എന്താണ് പ്ലീസ് ഡിസ്ക്രൈബ് ദ കേരള സൊസൈറ്റി ഇൻ 2035, അത് ഇന്ന പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെയാണ് അന്നത്തെ സമൂഹം ഒരിക്കലും ധരിക്കരുത്. ബിക്കോസ് ദ വേരിയബിൾസ് ആർ ഡിഫറെൻറ്റ്. അതിനകത്ത് കൊടുക്കുന്ന വേരിയബിൾസ്, നമ്മുടെ ഇൻപുട്സ് എല്ലാം വ്യത്യാസമായി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കട്ടെ, സമൂഹം അങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് ജീവിതത്തിന് സൗന്ദര്യവും ത്രില്ലും ഉള്ളത്. എല്ലാം പ്രഡിക്റ്റബിൾ ആണെങ്കിൽ ജീവിതത്തിന് യാതൊരു ഭംഗിയും ഉണ്ടാവില്ല. ഈ അൺപ്രഡിക്റ്റബിലിറ്റിയാണ് ജീവിതത്തിന് സൗന്ദര്യവും വെല്ലുവിളിയും കൊടുക്കുന്നത്. അതാണ് നിങ്ങളാണല്ലോ ആദ്യം അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജീവിക്കാൻ പോകുന്ന സമൂഹം വളരെ വ്യത്യസ്തമാണ്. അത് നിങ്ങളുടെ ജോലിയെ പുതിയ പുതിയ വെല്ലുവിളികളിലേക്ക് നയിക്കും. ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമ്മൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണല്ലോ കേരളത്തിൻ്റെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു രക്തസാക്ഷി, അല്ലെങ്കിൽ നമ്മളേറ്റവും ആദർശത്തിൻ്റെ പരിവേഷത്തോടു കൂടി നമ്മൾ സങ്കല്പിക്കുന്നത് സ്വദേശാഭിമാനിയാണ്. ഇവിടെ അത് ആമുഖമായിട്ട് പറയുകയും ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഭവനം സ്മാരകമാക്കി മാറ്റുന്നതിനെ പറ്റി പറയും. ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാട്ടിൽ. പണ്ട് AG's ഓഫീസിന് മുമ്പിലായിരുന്നു ആ പ്രതിമ, ഇപ്പോൾ പാളയത്തിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചെങ്കിൽ പിന്നെ നമുക്ക് വായിക്കാൻ പറ്റില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന്
ഭയ കൗടില്യ ലോഭങ്ങൾ. ഞാൻ അത്ര മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ ഒരുപാട് ടെക്നോളജിയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇനിയും പഠിപ്പിക്കാം, അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനും സാധിക്കും. പക്ഷേ നിങ്ങൾ എന്തെല്ലാം ക്ലാസ്സിൽ പഠിച്ചാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, നിങ്ങൾ കവചിതരാകേണ്ട, നിങ്ങൾ സ്വയം ഏറ്റെടുക്കേണ്ട ചില ധീരതകളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആർമർ. നമ്മളൊരു യുദ്ധത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ സ്വയം രക്ഷിക്കാൻ വേണ്ടി, നമുക്ക് നാശം സംഭവിക്കാതിരിക്കാൻ വേണ്ടി കവചിതരായി നിൽക്കണമെന്ന് പറയുന്നത് പോലെ ചില മൂല്യബോധങ്ങളാൽ കവചിതരായിട്ട് വേണം നിങ്ങൾ ഈ രണാങ്കണത്തിൽ ഇറങ്ങാൻ. അതിൻ്റെ ഏറ്റവും ബാലപാഠം ഈ ശ്ലോകത്തിലുണ്ട് എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. ഭയ കൗടില്യ ലോഭങ്ങൾ വളർക്കില്ല ഒരു നാട്ടിനെയാണ്, വ്യക്തികൾക്കും അത് തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു നാടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയോ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്? ഭയം. അതിനെപ്പറ്റി വിശദീകരണം ആവശ്യമില്ലല്ലോ. ഉണ്ട്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഭയം അതിൻ്റെ മുഖംമൂടികളോടുകൂടി നേരിട്ട് വരികയല്ല. ഭയം തന്നെ പലതരത്തിലാണ് വരുന്നത്. ഭയമാണെന്ന് പറഞ്ഞിട്ടല്ല വരുന്നത്, പ്രലോഭനങ്ങളായും ഭയം വരും. അപ്പോൾ ഭയത്തിൻ്റെ നാനാർത്ഥങ്ങളെപ്പറ്റി നിങ്ങൾ സ്വയം ചിന്തിക്കണം കേട്ടോ. എങ്ങനെയൊക്കെയാണ് നമ്മൾ ഭയത്തിന് വിധേയരാകുന്നത്? എന്തുകൊണ്ടാണ് ഭയത്തിന് വിധേയമാകുന്നത്? ചിലർക്ക് ഭയമില്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഗാന്ധിജിക്ക് ഭയമില്ലാതിരുന്നത് എന്തുകൊണ്ടാണ്? വലിയ യേശുക്രിസ്തുവിന് ഭയമുണ്ടായിരുന്നില്ല. എന്താ കാരണം? അതാണ് അന്വേഷിക്കേണ്ടത്. അപ്പോൾ ഭയം പാടില്ല. ഭയം കൗടില്യം എന്ന് പറഞ്ഞാൽ കുടിലത എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വളഞ്ഞ വഴി, കുടിലത. അങ്ങനെയുള്ള കൗടില്യം എന്നുള്ള പേര് തന്നെ അങ്ങനെ ചാണക്യന് വിട്ടത്. കുടിലതന്ത്രങ്ങളാണ്, നേരായ വഴിയിലുള്ള തന്ത്രങ്ങളല്ല. ഈ കുടിലത ഒരിക്കലും നമ്മളെ ജീവിത വിജയത്തിലേക്ക് എത്തിക്കുകയില്ല. ഭയം നമ്മളെ ജീവിത വിജയത്തിലേക്ക് എത്തിക്കുകയില്ല, കുടിലതയും എത്തിക്കുകയില്ല. ഇതെല്ലാം മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് 100% ബാധകമായ കാര്യമാണ്. ഞാൻ സ്വദേശാഭിമാനിയുടെ സ്റ്റാച്യുവിൻ്റെ കീഴിൽ നിന്നാണല്ലോ ഞാനിത് എടുത്തുകൊണ്ട് വന്നതല്ല, ഞാനുണ്ടാക്കിയ കവിതയല്ല ഇത്. ഇനി ലോഭങ്ങൾ, ഭയ കൗടില്യ ലോഭങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രീഡ്, ഈ എന്താണ്, ആർത്തി, ആക്രാന്തം എന്നാണ് ഏറ്റവും നല്ല വാക്ക്. അതാണ് ആക്രാന്തം. ആർത്തി എന്നോ ദുര എന്നൊക്കെ നമ്മൾ സംസ്കൃതം ഒന്നും പറയണ്ട. ഈ കൊണ്ടുപോരട്ടെ, എനിക്ക് പോരട്ടെ എന്നുള്ള ഈ ലോഭം, അങ്ങോട്ട് ഇൻ്റലിജൻസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഗ്രീഡ്, ഒരു തരത്തിലുള്ള ഈ മതിമറന്ന മോഹങ്ങളുടെ മായാവലയത്തിൽ പെടാതിരിക്കുമോ, കുടിലതന്ത്രങ്ങൾ അനുവർത്തിക്കാതിരിക്കുമോ, ഭയം നിങ്ങളെ ഗ്രസിക്കാതിരിക്കുമോ, എങ്കിൽ ജീവിത വിജയം നിങ്ങൾക്കുള്ളത്. പക്ഷേ ഈ മൂന്നിലും നമ്മൾ വീണു പോകാനുള്ള ഒരുപാട് പ്രലോഭനങ്ങളും പ്രവണതകളും നമ്മളെ കാത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ മൂല്യബോധത്താൽ കവചിതരായി നിങ്ങൾ ഈ രംഗത്ത് നിൽക്കുക. എന്തെല്ലാം സാങ്കേതികമായിട്ടുള്ള മാറ്റങ്ങളുണ്ടായാലും, പ്രിൻ്റ് മീഡിയയ്ക്ക് വെല്ലുവിളികൾ നേരിട്ടാലും ശരി, മാധ്യമപ്രവർത്തകൻ്റെ ധർമ്മം, ഈ 3 മൂല്യങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ശബ്ദം ശ്രദ്ധിക്കപ്പെടും എന്ന് മാത്രമല്ല, നിങ്ങളോടൊപ്പം ഒരു സമൂഹത്തെ ഉണർത്താനും നമുക്ക് സാധിക്കും. അതേസമയത്ത് ഈ മൂല്യങ്ങളോട് നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ സത്യാനന്തര കാലത്ത് അസത്യത്തിൻ്റെ പ്രവാചകരായി നിങ്ങൾ മാറുന്ന ഒരു കാലം വിദൂരമല്ല. കാരണം ഡിസിൻഫർമേഷൻ എല്ലാ തരത്തിലും നമ്മുടെ ചുറ്റും വ്യാജന്മാർ, മായാമൃഗങ്ങൾ, മായാവികൾ ഇങ്ങനെ വന്ന് നിറയുകയാണല്ലോ. മാരീചനെ പോലെ, മാരീചൻ അസുരനാണ്, പക്ഷേ സ്വർണ്ണമാനായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ പലതരത്തിലുള്ള പ്രലോഭനങ്ങളായി, വലിയ വണ്ടികളായി, വാഗ്ദാനങ്ങളായി ഒക്കെ മാരീചന്മാർ നടമാടുന്ന ഈ ലോകത്ത്, സത്യാനന്തര ലോകത്ത് ഭയ കൗടില്യ ലോഭങ്ങളില്ലാതെ ആയുധധാരികളായി, പേന ഇപ്പോൾ ഇല്ല, നമുക്ക് ഫിംഗർ പ്രിൻ്റിലുള്ള കീബോർഡാണ് ഇപ്പോൾ ആയുധം. ഈ കീബോർഡ് എന്ന് പറയുന്ന ആയുധവുമായി മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. കേരളത്തിൻ്റെ സവിശേഷമായ പ്രശ്നങ്ങളോട് ധീരമായി ഇടപെടുന്ന, ധീരത എങ്ങനെ വരുന്നു എന്ന് മാത്രം ചിന്തിക്കണം. ലോഭമുണ്ടെങ്കിൽ ധീരത വരികയല്ല, അത്യാർത്ഥി ഉണ്ടെങ്കിൽ ധീരത വരില്ല. കാരണം അത് നഷ്ടപ്പെട്ടാലോ എന്നുള്ള വിചാരം. ഞാനീ പറഞ്ഞ 3 വാക്കുകൾ, സ്വദേശാഭിമാനി അവിടെ എഴുതി വെച്ച 3 വാക്കുകളെ നിങ്ങളുടെ സവിശേഷമായ പരിചിന്തനത്തിന് വിധേയമാക്കാൻ മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട്, അത് നിങ്ങളുടെ ജീവിത വിജയത്തിൻ്റെ മന്ത്രമാണ് എന്ന് പ്രവചിച്ചുകൊണ്ട് ഈ കേരള സമൂഹത്തിന് നിങ്ങളുടെ ധീരമായ വാക്കുകൾ കാത്തിരിക്കട്ടെ കേരള സമൂഹം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ വഴിയിൽ പ്രശ്നങ്ങളുണ്ടാകട്ടെ, ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ആർജവവും നിങ്ങൾക്കുണ്ടാകട്ടെ, അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാ ഭാവുകങ്ങളും നന്ദി.